എല്ലാവർക്കും നിങ്ങളുടെ രണ്ടുപേരുടെയും നമസ്കാരം ആദ്യം തന്നെ അറിയിക്കുകയാണ്. നല്ലൊരു മാധുര്യമുള്ള ശബ്ദത്തിൻ്റെ ഉടമയായ വേണുവേട്ടൻ ഈ പ്രായത്തിലും ആ ഒരു യുവത്വത്തിൻ്റെ ആ ശബ്ദത്തോടു കൂടി തന്നെയാണ് പാടുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് പാട്ട് കേട്ടാലറിയാം. ഏതായാലും നമുക്ക് പാട്ടിലേക്ക് തന്നെ കിടക്കാം. സിനിമ പാട്ടായിക്കോട്ടെ അല്ലേ വേണുവേട്ട? വേണമെങ്കിലും ആവാം. ഒരു പാട്ടില്ലേ അതൊന്ന് ഞാൻ ശ്രമിച്ചു. ഉത്തരാസ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു. കാഞ്ചന കസവുള്ള പൂഞ്ചേല ഉടുത്തവൾ നെഞ്ചെയും അമ്പുമായി വന്നിരുന്നു. ഉത്തരാസ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു. ഞാൻ പോയിരുന്നു. ഇരയിമ്മൻ തമ്പി നൽകും ശൃംഗാര പദലഹരി. ഇരയിമ്മൻ തമ്പി നൽകും ശൃംഗാര പദലഹരി ഇരു സ്വപ്നവേദികളിൽ അലിഞ്ഞു ചേർന്നു. കരളിലെ കളിത്തട്ടിലറുപതു തിരിയിട്ട കഥകളിൽ വിളക്കുകളെരിഞ്ഞു നിന്നു. ഉത്തരാസ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു. ഞാൻ പോയിരുന്നു. ഉടമാളൂർ സൈരന്ധ്രിയായി മാങ്കുളം ഗൃഹന്തലയായി ഹരിപ്പാട്ടു രാമകൃഷ്ണൻ പലലനായി. ദുര്യോധന വേഷമിട്ടു ഗുരു ചെങ്ങന്നൂര് വന്ന് വാരണാസിതൻ ചെണ്ട ഉണർന്നുയർന്നു. ഏതായാലും സന്തോഷം വേണോട്ട. പിന്നെ ഇനി ഒരു ഓണപ്പാട്ടിൻ്റെ ഒരു 4 വരി. ഇപ്പോൾ ഓണം അടുത്ത് വരികയാണ്. അപ്പോൾ ഓണത്തിൻ്റെ കുറിച്ചിട്ട് ഒരു പാട്ട് 4 വരി മതി. ശ്രമിച്ചു നോക്കാം. ഓണക്കോടിയുടുത്തുമാനം മേഘ കസവാലേ വെൺമേഘ കസവാലേ. ഓണക്കോടിയുടുത്തുമാനം മേഘ കസവാലേ വെൺമേഘ കസവാലേ. മഴവില്ലിൻ മലർമുടിയിൽ ചൂടി മധുഹാസം തൂകി അവൾ മധുഹാസം തൂകി. ഓണക്കോടിയുടുത്തുമാനം മേഘ കസവാലേ വെൺമേഘ കസവാലേ. ഗംഭീരം വേണോട്ട. ഇനിയിപ്പോൾ വേണോട്ടൻ്റെ പിന്നെ കാര്യങ്ങളെക്കുറിച്ച് ഒരു ചെറുതായിട്ടൊന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് ചോദിച്ചറിയാം. വേണോട്ട, നിങ്ങൾ പിന്നെ സംഗീതം നേരത്തെ പഠിച്ചിട്ടുണ്ടോ? സംഗീതത്തിന്റെ ഒരു അധ്യാപകനും ഇന്ന് എന്റെ ഗുരുത്വം കിട്ടിയിട്ടില്ല. എങ്കിലും അങ്ങനെ തോന്നില്ല കേട്ടാൽ ആ ശബ്ദത്തിന്റെ മഹിമ. പാട്ടിനോടുള്ള ഒരു ഇഷ്ടം കൂടുതൽ. നാട് എവിടെയാണ് ശരിക്കും? നാട് സ്വന്തം സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ചാഴൂർ ഒരു കൊച്ചി രാജകുടുംബത്തിൽ അംഗമാണ്. ഓ അത് ശരി. ഓഹോ. അപ്പൊ അതിന്റെ ഒരു പിന്നെ പാരമ്പര്യത എന്തായാലും കിട്ടിയിട്ടുണ്ടാവും തോന്നുന്നു. ആ ഒരു തേജസ്സും. അതെ. ഏതായാലും പിന്നെ വേണുവേട്ടനെ കുറിച്ച് ഇനിയും കുറേ പറയാനുണ്ട്. ശരിക്കും ഇവിടെ പരമ്പരാ വിദ്യാപീഠം നമുക്കൊക്കെ അറിയാവുന്നതുപോലെ വളരെ പ്രസിദ്ധി ആർജിച്ച ഒരു സ്ഥാപനം എന്ന് പറഞ്ഞുകൂടാ, ഒരു ദേവാലയം തന്നെ എന്ന് വേണമെങ്കിൽ തന്നെ ദേവാലയം തന്നെ. ഗോമാതയും അതുപോലെ തന്നെ ഗോപാലകൃഷ്ണൻ്റെയും ഭഗവാന്റെ ഒക്കെ കരുണാകടാക്ഷമുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു സന്നിധി. ഈ സന്നിധിയിൽ വെച്ച് ഇവിടുത്തെ ജീവനക്കാരൻ തന്നെയല്ലേ? എത്ര കാലമായിട്ട്? 1.5 വർഷമായിട്ട്. ഏതായാലും ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ഒത്തുകൂടാനും പറ്റി. ഇവിടെ ഭജന അവതരിപ്പിക്കുമ്പോൾ തന്നെ ചില സമയത്ത് ഞാൻ കേൾക്കാറുണ്ട് ആ ഒരു നല്ലൊരു ആ ശബ്ദം. അപ്പോൾ അതുകൊണ്ടാണ് വേണുവേട്ടനെ ജനങ്ങൾക്ക് മുമ്പിൽ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് തോന്നുന്നു. ഏതായാലും സന്തോഷം വേണു. സന്തോഷം.